ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കൊണ്ട് രുചി അറിയാൻ കഴിയുന്ന ജീവി. നീരാളി, ക്യാറ്റ്ഫിഷ്, പാറ്റ, പാമ്പ്. ഉത്തരം ക്യാറ്റ്ഫിഷ്. ക്യാറ്റ്ഫിഷിന് അതിൻ്റെ എല്ലാ ശരീരഭാഗങ്ങളോടും കൂടി ഭക്ഷണം ആസ്വദിക്കാനുള്ള കഴിവുണ്ട്. ക്യാറ്റ്ഫിഷിൻ്റെ ശരീരത്തിൽ ഏകദേശം 1,00,000 രുചിമൂലങ്ങളുണ്ട്. പഞ്ചസാര കണ്ടുപിടിച്ച രാജ്യം ഏത്? ന്യൂഗിനിയ, ഇന്ത്യ, ഫിലിപ്പൈൻ, ചൈന. ഉത്തരം ഇന്ത്യ. ഇന്ത്യയിലാണ് പഞ്ചസാര ആദ്യമായി ശുദ്ധീകരിക്കപ്പെടുന്നത്. പഞ്ചസാര മില്ലിൻ്റെ ആദ്യ വിവരണം 100 AD മുതലുള്ള ഇന്ത്യൻ ഗ്രന്ഥങ്ങളിൽ കാണാം. സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ ആദ്യ രാജ്യം ഏത്? ലണ്ടൻ, റഷ്യ, ഇന്ത്യ, ന്യൂസിലൻഡ്. ഉത്തരം ന്യൂസിലൻഡ്. 1893 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ ലോകത്തിലെ ആദ്യത്തെ സ്വയംഭരണ രാജ്യമാണ് ന്യൂസിലൻഡ്. മൂങ്ങ ഒഴിച്ചുള്ള പക്ഷികൾക്ക് കാണാൻ കഴിയാത്ത നിറം? നീല, ചുവപ്പ്, പച്ച, കറുപ്പ്. ഉത്തരം നീല. പക്ഷികൾക്ക് കാണാൻ കഴിയാത്ത നിറമാണ് നീല. നീല നിറം കാണാൻ കഴിയുന്ന ഒരേ ഒരു പക്ഷിയാണ് മൂങ്ങകൾ. ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റ ബാങ്ക് നോട്ടുള്ള രാജ്യം? വിയറ്റ്നാം, ഫിലിപ്പീൻസ്, സൗദി, മൗറീഷ്യസ്. ഉത്തരം ഫിലിപ്പീൻസ്. 1998 ഫിലിപ്പീൻസ് സർക്കാർ സൃഷ്ടിച്ച 1,00,000 പെസോ നോട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റ ബാങ്ക് നോട്ട്. 10 വയറുകളുള്ള ജീവി ഏത്? ഉച്ച്, മണ്ണിര, ചിത്രശലഭം, അട്ട. ഉത്തരം അട്ട. അട്ടകൾക്ക് 10 വയറുകളുണ്ട്. അട്ടകൾ പ്രാഥമികമായി രക്തം ഭക്ഷിക്കുന്നു. അവരുടെ നിരവധി ആമാശയങ്ങൾ ഭക്ഷണത്തിനിടയിൽ വളരെ കാലം രക്തം സംഭരിക്കാനും പ്രോസസ്സ് ചെയ്യാനും അവയെ സഹായിക്കുന്നു. പുനരുൽപാദനത്തിനു ശേഷം മരിച്ചു പോകുന്ന ജീവി ഏത്? സ്റ്റാർഫിഷ്, ജെല്ലിഫിഷ്, നീരാളി, കുളയട്ട. ഉത്തരം നീരാളി. ഇണചേരുകയോ പ്രസവിക്കുകയോ ചെയ്ത ശേഷം മരിക്കുന്ന ഒന്നാണ് ഒക്ടോപ്പസുകൾ. ആൺനീരാളി ഇണചേരുകയും മരിക്കുകയും ചെയ്യുന്നു. പെൺനീരാളി തൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ പര്യാപ്തമാണ്. തുടർന്ന് അവയുടെ കുഞ്ഞു നീരാളികൾ ജനിച്ച ശേഷം താമസിയാതെ മരിക്കുന്നു. 2 കറൻസികളുള്ള രാജ്യം ഏത്? ജപ്പാൻ, ചൈന, സിംഗപ്പൂർ, സുഡാൻ. ഉത്തരം ചൈന. ചൈനീസ് സമ്പദ് വ്യവസ്ഥ പണത്തിൻ്റെ വിനിമയ നിരക്ക് നിയന്ത്രിക്കുന്നതിനും വിദേശ നിക്ഷേപങ്ങളുടെ നിയന്ത്രണം നിലനിർത്തുന്നതിനുമായി 2 കറൻസി സംവിധാനത്തെ ആശ്രയിച്ചിരിക്കുന്നു. ആഭ്യന്തര ഇടപാടുകൾക്കായി ചൈനീസ് റെൻമിൻബി ഉപയോഗിക്കുന്നു. അതേസമയം ചൈനീസ് യുവാൻ പുറത്തുള്ള അന്താരാഷ്ട്ര ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്നു. ഏതു വസ്തു പൊട്ടിയാലാണ് 7 വർഷം വരെ നിർഭാഗ്യം ഉണ്ടാകുന്നത്? പാത്രം, ഗ്ലാസ്, കണ്ണാടി, ഫോട്ടോ. ഉത്തരം കണ്ണാടി. കണ്ണാടി തകർക്കുന്നത് ദൗർഭാഗ്യമായി കണക്കാക്കപ്പെടുന്നു. പലപ്പോഴും 7 വർഷം വരെ ദൗർഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. മഴയിലൂടെ പരാഗണം നടത്തുന്ന സുഗന്ധവ്യഞ്ജനം ഏത്? ഏലം, ഗ്രാമ്പു, കുരുമുളക്, ജാതി. ഉത്തരം കുരുമുളക്. കുരുമുളകിൻ്റെ പരാഗണത്തിനുള്ള പ്രധാന ഏജൻസി മഴവെള്ളമാണ്. പൂവിടുന്ന കാലത്ത് ഇടയ്ക്കിടെ മഴ പെയ്തില്ലെങ്കിൽ തൃപ്തികരമായ വിളവ് ലഭിക്കില്ല.
വീഡിയോ കാണുന്ന കൂടുതൽ പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ല. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.